Hello students, welcome to history class. Chapter 3, the Delhi Sultans. Now we will discuss about next new topic. From garrison town to empire, the expansion of the Delhi Sultanate. Are you ready? Okay, let's start our class. From garrison town to empire, the expansion of the Delhi Sultanate. ഡൽഹി സുൽത്താൻസ് അവരുടെ ഡൈനാസ്റ്റി എങ്ങനെ എക്സ്പാൻഡായി അതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത്. കോട്ട കെട്ടി രാജാവും ഫാമിലിയും റിലേറ്റീവ്സും മാർക്കറ്റും അങ്ങനെ എല്ലാവരും അടങ്ങിയ ഒരു ടൗൺ ആയിരുന്നു അവരുടേത്. ആ കോട്ടയ്ക്കുള്ളിലെ ടൗൺ ആണ് ഗാരിസൺ ടൗൺ. അങ്ങനെ ആദ്യം 12th സെഞ്ചുറി 13th സെഞ്ചുറികളിൽ ആകെ ഗാരിസൺ ടൗണിൽ മാത്രമേ അവർക്ക് കൺട്രോൾ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പുറത്തേക്ക് കൺട്രോളൊന്നും ഉണ്ടായിരുന്നില്ല. ഗാരിസൺ ടൗണിൽ മാത്രമുണ്ടായിരുന്ന ആ റൂൾ അവർ മെല്ലെ മെല്ലെ പിടിച്ചടക്കി ഇന്ത്യയിലെ മൊത്തം ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും അവർ കോൺകർ ചെയ്തു. കോൺകർ മീൻസ് പിടിച്ചടക്കുക. അവരുടെ സാമ്രാജ്യം വികസിപ്പിച്ചു. ഗാരിസൺ ടൗൺ എ ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻറ്റ് വിത്ത് സോൾജേഴ്സ്. ഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ കോട്ട, അതായത് കോട്ട എല്ലാം കോട്ടകൾ കൊണ്ട് ചുറ്റപ്പെട്ടൊരു പ്രദേശം അതായിരുന്നു. അതിൽ സോൾജേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതാണ് ഗാരിസൺ ടൗൺ എന്ന് അറിയപ്പെട്ടത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. പ്ലീസ് ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. പ്ലീസ് ലിസൺ ഫസ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ early 13th century, the control of the Delhi Sultans rarely went beyond heavily fortified towns occupied by garrisons. The sultans seldom controlled the hinterland of the cities and were therefore dependent upon trade, tribute or plunder for supplies. Please underline hinterland. 13th സെഞ്ചുറിയുടെ തുടക്കത്തിൽ ദ ഡൽഹി സുൽത്താനേറ്റിൻ്റെ അവർ ഒരു കോട്ടയുടെ പുറത്ത്, അവരുടെ കോട്ടയുടെ പുറത്ത് റെയറായിട്ട് മാത്രമേ പോകുകയുള്ളായിരുന്നു. അവരുടെ റൂള് സിസ്റ്റം ഗാരിസൺ ടൗണിൽ അല്ലെങ്കിൽ ആ കോട്ടയുടെ ഉള്ളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സുൽത്താനേറ്റ് ഹിൻഡർലാൻഡ്, അതായത് സിറ്റിക്ക് ചുറ്റുമുള്ള സ്ഥലം ഇവരുടെ കൺട്രോളിൽ ആയിരുന്നില്ല. ഹിൻഡർലാൻഡ് എന്നാണ് പറയുന്നത്. അവരുടെ കോട്ടയിൽ വേണ്ട സാധനങ്ങളും അവർക്ക് വേണ്ട സപ്ലൈസും ഭക്ഷണ സാധനങ്ങളും എല്ലാം ഹിൻഡർലാൻഡിൽ നിന്നും വരണം. അതായത് കോട്ടയെ ചുറ്റുമുള്ള ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുമുള്ള സിറ്റിയിൽ നിന്നൊക്കെ അവർക്ക് വരണമായിരുന്നു. അതിനുവേണ്ടി അവർ കച്ചവടങ്ങൾ അഥവാ ട്രേഡ് നടത്തും, പിന്നെ ട്രിബ്യൂട്ട് ചെയ്യും, അവരുടെ സാധനങ്ങൾ കൊടുക്കും. അതുപോലെ പ്ലണ്ടർ എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കും. അങ്ങനെയാണ് അവർക്ക് സാധനങ്ങൾ കിട്ടിയിരുന്നത്. Then next paragraph. Controlling garrison town in distant Bengal and Sindh from Delhi was extremely difficult. Rebellion, war, even bad weather could snap fragile communication routes. Delhi's authority was also challenged by Mongol invasions from Afghanistan and by governors who rebelled at any sign of the Sultan's weakness. The Sultanate barely survived these challenges. Its expansion occurred during the reigns of Ghiyasuddin Balban, Alauddin Khalji and Muhammad Tughlaq. ബംഗാൾ, സിന്ധ്, ഡൽഹി എല്ലാ ഇടത്തും ഗാരിസൺ ടൗൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയായിരുന്നു. ഡൽഹിയിൽ നിന്ന് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ റെബല്യൻസ് ഉണ്ടായിരുന്നു, വാറ് നടക്കുമായിരുന്നു. ബാഡ് വെതർ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടായിരുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാനിലൂടെ മംഗോൾസ് വന്നു. ഈ മംഗോൾസ് ആണെങ്കിൽ ഇവിടെ എല്ലാം ഇൻവേഷൻ ചെയ്യാൻ നോക്കി. ഇതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്ക്. കൂടാതെ പിന്നുള്ള കാര്യം, സുൽത്താനേറ്റിന് എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടായാൽ, അതായത് എന്തെങ്കിലും ഒരു പാകപ്പിഴയോ അവർ സ്ട്രോങ് അല്ലെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? അവരെ ഭരിക്കാൻ ഏൽപ്പിച്ച ഗവർണേഴ്സ് അവർക്കെതിരെ ആവുമായിരുന്നു. പിന്നെ വളരെ ദൂരെയുള്ള
ഗാരിസൺ ടൗൺ കൺട്രോൾ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് അവർ എല്ലാ പ്രദേശവും പിടിച്ചടക്കാൻ തുടങ്ങിയത്. സുൽത്താനറ്റ് ബെയർലി, അതായത് റെയറായിട്ട് ഈ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചടക്കാൻ തുടങ്ങി. ഇതിനു വേണ്ടി സഹായിച്ച 3 പ്രധാനപ്പെട്ട സുൽത്താൻമാരായിരുന്നു ഗിയാസുദ്ദീൻ ബാൽബൻ, അലാവുദ്ദീൻ ഖാൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്. The first set of campaigns along the internal frontier of the Sultanate aimed at consolidating the hinterlands of the garrison towns. During these campaigns, forests were cleared in the Ganga Yamuna Doab and hunter-gatherers and pastoralites expelled from their habitat. These lands were given to peasants and agriculture was encouraged. New fortresses and towns were established to protect trade routes and to promote regional trade. ഗാരിസൺ ടൗണിൽ ചുറ്റുമുള്ള സ്ഥലം ആദ്യം കൺട്രോൾ ചെയ്തു. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് 2 ടൈപ്പായിട്ടായിരുന്നു അവർ എക്സ്പാൻഷൻ നടത്തിയത്, ഇൻറ്റേർണൽ ഫ്രോണ്ടിയറും എക്സ്റ്റേണൽ ഫ്രോണ്ടിയറും. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കീഴടക്കി. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറത്തു പോയി ദൂരെയുള്ള പ്രദേശങ്ങൾ ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഹിൻഡർലാൻഡ് ചുറ്റുമുള്ള ഏരിയാസ് പിടിച്ചെടുത്തു. അതുപോലെ ഗംഗ യമുന എന്നീ 2 നദികളുണ്ടായിരുന്നു ഡൽഹിയിൽ. അതിനിടയിലുള്ള ദോവാബ് പ്രദേശങ്ങൾ അവർ പിടിച്ചടക്കി. അവിടെ ഫോറസ്റ്റ് ഏരിയാസ് ആയിരുന്നു. ആ ഫോറസ്റ്റ് ഏരിയാസിൽ ഹണ്ടർ ഗാദേഴ്സൊക്കെ ജീവിച്ചിരുന്നു. അവർ കായ്കനികൾ ശേഖരിച്ചും പശുക്കളെ മേയിച്ചൊക്കെ ആയിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. പക്ഷേ അവർ അവിടെ നിന്ന് പോകേണ്ട സാഹചര്യം വന്നു. കാരണം അവിടെയുള്ള ഫോറസ്റ്റ് എല്ലാം ഇവർ വെട്ടിത്തെളിച്ച് എന്നിട്ട് ഇവർ എന്ത് ചെയ്തു, കൃഷിക്കാർക്ക് വീതിച്ചു കൊടുത്തു. കാരണം ഇവർക്ക് കൃഷിക്കാരിൽ നിന്നും ടാക്സ് പിരിക്കാമായിരുന്നു. അതുകൊണ്ട് ഇവർ ഈ ഭൂമിയെല്ലാം കൃഷിക്കാർക്ക് കൊടുക്കുകയും പിന്നെ അതുപോലെ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. The second expansion occurred along the external frontier of the Sultanate. Military expeditions into southern India started during the reign of Alauddin Khalji and culminated with Muhammad Tughlaq. In their campaigns, Sultanate armies captured elephants, horses, and slaves and carried away precious metals. സെക്കൻഡ് എക്സ്പാൻഷൻ എക്സ്റ്റേണൽ ഫ്രോണ്ടിയർ ആയിരുന്നു. മിലിറ്ററിയെ പോയി പിടിച്ചെടുത്തു. സൗത്ത് ഇന്ത്യയിലെ ഏരിയാസ് പലതും ഇവർ പിടിച്ചെടുത്തു. അതിനുവേണ്ടി അലാവുദ്ദീൻ ഖാൽജിയാണ് കൂടുതലും പിടിച്ചെടുത്തത്. അതുപോലെ മുഹമ്മദ് തുഗ്ലക്ക് പിടിച്ചെടുത്തു സൗത്ത് ഇന്ത്യയിലെ പല പാർട്ടുകളും. ഇവർ മിലിറ്ററി അറ്റാക്ക് ചെയ്യുകയും അതിലുള്ള എലിഫൻറ്റ്, ഹോഴ്സസ്, സ്ലേവ്സ്, പ്രീഷ്യസ് മെറ്റൽസ് എല്ലാം ഇവർ പിടിച്ച് എടുത്തു. Last paragraph. By the end of Muhammad Tughlaq's reign, 150 years after somewhat humble beginnings, the armies of the Delhi Sultanate had marched across a large part of the subcontinent. They had defeated rival armies and seized cities. The Sultanate collected taxes from the peasantry and dispensed justice in its realm. But how complete and effective was its control over such a vast territory? മുഹമ്മദ് തുഗ്ലക്ക് അവിടെ ഉള്ള കുറേ പ്രദേശങ്ങൾ പിടിച്ചടക്കി. അതുപോലെ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒത്തിരി സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. സബ് കോണ്ടിനെൻ്റ് ലാർജ് പാർട്ടും അദ്ദേഹം പിടിച്ചടക്കി. പിന്നെ റൈവൽറികളുടെ ആർമി ഡിഫീറ്റ് ചെയ്തു. ടാക്സും ജസ്റ്റിസും ഒക്കെ അവർ സ്വയം നടപ്പാക്കി. ഈ കൺട്രി എങ്ങനെയായിരിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്? അതായത് എത്രയോ വലിയ പ്രദേശമാണ്, അതെങ്ങനെയായിരിക്കും ഇവർ കൺട്രോൾ ചെയ്തത്? നമുക്കറിയാം, ഇന്ത്യ ഇത്രയും വലിയ ഒരു പ്രദേശത്ത് പോലും ഇത്രയും ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഉണ്ടായിട്ട് എത്രയോ പ്രയാസമാണ് ഭരണം നടത്താനല്ലേ. അപ്പോൾ ഇവർ ഈ പിടിച്ചെടുത്ത ഇത്രയും പ്രദേശം എങ്ങനെയായിരിക്കും അവർ ഭരണം നടത്തിയിട്ടുണ്ടാവുക? ജസ്റ്റ് think it. Today's work, please read this chapter 2 or 3 times. Thank you. Have a nice day.